ഹലോ ഡിയർ സ്റ്റുഡൻസ്, CA ഫൈനൽ നവംബർ 2024 അറ്റംപ്റ്റിലേക്ക് ഉള്ള ഇൻഡയറക്റ്റ് ടാക്സസ് പേപ്പറിൽ ആ പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ സമ്മറി ഗൈഡ് തരാനും പ്ലസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതും പ്ലസ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസിൽ നവംബർ 2024ക്ക് പ്ലാൻ ചെയ്ത റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസിൽ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഫസ്റ്റ് ഓഫ് ഓൾ, മൈസെൽഫ് അൻവർ അബ്ബാസ് ഫ്രം പാലക്കാട്, 2013 qualified, almost 11 years into academics, handling CA inter and final in Kerala as well as in Chennai. So to start with, first of all, ഈ സബ്ജക്റ്റിൽ CA ഫൈനൽ ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ള സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന സബ്ജക്റ്റാണ് പേപ്പർ 5, ഇൻഡയറക്റ്റ് ടാക്സ് ലോസ്, 100 മാർക്സ്. ഇതിൻ്റെ ഒരു കോമ്പണൻറ്റില്ലേ, ഇതിൻ്റെ ബൈഫർക്കേഷനില്ലേ, ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കാനുള്ളത് പഠിക്കും. ആദ്യം ഒരു ഓവർവ്യൂ ഐഡിയ നോക്കുകയാണെങ്കിൽ ആദ്യം GST ഒരു പോർഷൻ പഠിക്കാണ്ട്, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും പിന്നെ കസ്റ്റംസും FTP ഫോറിൻ ട്രേഡ് പോളിസി. ഇതിൻ്റെ മാർക്ക് വെയിറ്റേജ് എങ്ങനെ അലോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ GST ഈസ് ഫോർ 80 മാർക്സ്, കസ്റ്റംസ് FTPയുടെ പോർഷൻ ഇറ്റ് ഈസ് ഫോർ 20 മാർക്സ്. അതിൽ സാധാരണ ഫോറിൻ ട്രേഡ് പോളിസി 5 മാർക്കിനെ ചോദിക്കാറ്, അപ്പോൾ ഒരു 15 മാർക്കിനില്ലേ കസ്റ്റംസ് ചോദിക്കും. അങ്ങനെ സാധാരണ ഇതിൻ്റെ ഒരു ബൈഫർക്കേഷൻ. ഓക്കെ, ഇനി സ്ഥിരം സ്റ്റുഡൻസ് വരുന്ന ചോദ്യമാണ്, സാർ അങ്ങനെ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? വളരെ കുറവാണ് അല്ലേ, വെറും 24 ചാപ്റ്റർ GSTയിലും കസ്റ്റംസ് FTPയില്ലേ അതിലൊരു 8 ചാപ്റ്റർ, എല്ലാം കൂടെ 32 ചാപ്റ്റർ. ഇത്ര കണ്ടന്റ് പഠിക്കാനുണ്ട് ഇതിൽ തന്നെ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു 4-5 ചാപ്റ്റേഴ്സ് ഇല്ലേ, 4-5 ചാപ്റ്റേഴ്സ് ICA ജസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അതിനൊരു 5-6 പേജസേ ഉള്ളൂ ആ ചാപ്റ്റർ മൊത്തം. ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു 10-30 പേജ് നോക്കുകയാണെങ്കിൽ ഒരു 4-5 ചാപ്റ്റർ ഇല്ലേ. ബാക്കി ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25 ചാപ്റ്റർ അല്ലേ, 25-26 ചാപ്റ്ററാണ് കോറായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഇല്ലേ, ഒരു 1 അവറിൽ കവർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഡൗട്ട് വരുന്ന, സ്ഥിരം ഡൗട്ട് വരുന്ന ഏരിയയാണ്, സാർ ഇതൊരു തിയറി പേപ്പറാണോ പ്രാക്ടിക്കൽ പേപ്പറാണോ എന്നുള്ളത്. ഓക്കെ, തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ എന്നൊരു ചോദ്യം വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ആസ് ഇൻ മൈ എക്സ്പീരിയൻസ്, ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഇതൊരു തിയറി പേപ്പർ തന്നെയാണ്. നിങ്ങൾ ലോ പഠിക്കുന്നില്ലേ, ലോ അതിൽ എന്താ ആക്ട് റൂളിൽ പറയുന്ന കാര്യങ്ങളില്ലേ, അത് പഠിച്ചിട്ട് അതിൻ്റെ അപ്ലിക്കേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു കേസ് സ്റ്റഡി തരും, ആ കേസ് സ്റ്റഡിയിൽ ടാക്സബിൾ ആണോ അല്ലേ ചോദിക്കുമ്പില്ലേ, നിങ്ങൾ ആ ലോ എന്താണ്, പ്രൊവിഷനിൽ എന്ത് പറയുന്നു പറഞ്ഞ ശേഷം ഹെൻസ് ദിസ് ഇസ് ടാക്സബിൾ, ദിസ് ഇസ് എക്സംപ്റ്റഡ്, അങ്ങനെ പ്രൂവ് ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് മാത്സ് ഉണ്ടാവില്ലേ, ആ കാൽക്കുലേഷൻ തന്നെ പഠിക്കാനുള്ളൂ. സോ ഇത് തിയറി പേപ്പർ തന്നെയാണ്, ചെറിയ കാൽക്കുലേഷൻസ് മാത്രമേ വരുന്നു. നമ്മൾ AFM പോലത്തെ ഒരു കാൽക്കുലേഷൻസ് കോംപ്ലക്സ് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് നമ്മളിത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നില്ലേ, ഈ റെക്കോർഡഡ് ക്ലാസ്സസ് എസ്പെഷ്യലി നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇല്ലേ അപ്രോച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എല്ലാ ടോപ്പിക്കും നമ്മൾ തുടങ്ങുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ചാപ്റ്ററെ കുറിച്ചോ നമ്മൾ എടുക്കില്ലേ, ആദ്യം ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ പറയും. അപ്പോൾ ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ആദ്യം ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ CA ഫൈനൽ എത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്ററില്ലേ ചിലപ്പോൾ GST പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. സർവീസ് ടാക്സ് ആ ഏരിയ പഠിച്ച സ്റ്റുഡൻസ് ചിലപ്പോൾ ഫൈനൽ എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ മിക്കവാറും 90% സ്റ്റുഡൻസും GST പഠിച്ചിട്ട് വന്നായിരിക്കും. നിങ്ങൾക്ക് GSTയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നൊരു അസംഷനില്ലേ, ആ അസംഷൻ ഞാൻ എടുക്കുന്നില്ല. നമുക്ക് GSTയിൽ സീറോ നോളേജ് ആണ് എന്ന അസംഷനിൽ തന്നെയാണ് നമ്മൾ CA ഫൈനലും സ്റ്റാർട്ട് ചെയ്യുക. വളരെ ബേസിക് ആയിട്ടില്ലേ ആണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? എന്തിനങ്ങനെ ഇപ്പോൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇല്ലേ പോകുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നില്ലേ. ബേസിക് ഭയങ്കര തറവായിരിക്കണം. ഞാൻ എപ്പോഴും ബേസിക്സ് ടോപ്പിക്സ് ഇല്ലേ, ആദ്യം ഒരു സബ്ജക്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങളില്ലേ പറഞ്ഞു പോകും. ത്രൂ ലൈവ് എക്സാമ്പിൾസ് ഇന്റർ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് അറിയാം, എക്സാമ്പിൾസ് എടുത്തെടുത്ത് നമ്മൾ പറഞ്ഞു പോകുമ്പില്ലേ. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ എക്സാമിന് എക്സാമ്പിൾസ് അല്ലേ ഓർമ്മ വന്നിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് കമൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിൾ എന്തായാലും ഓർമ്മ വരും നിങ്ങൾക്ക്. അപ്പോൾ ഈ എക്സാമ്പിൾസിലൂടെ നമ്മൾ ആദ്യം വളരെ ബേസിക് ആയിട്ടില്ലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഇനി നിങ്ങൾക്ക് ആ കണ്ടന്റ് ഇല്ലേ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. സോ രണ്ടാമത്തെ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊവിഷൻ പഠിക്കും. എന്താണ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻ, അതിൻ്റെ ബെയർ ആക്ട് പഠിക്കും. അതിൽ അനാലിസിസും ചെയ്യും. ഈ പ്രൊവിഷനിൽ ഉപയോഗിച്ച വാക്ക് കീവേഡ്സ് അതൊക്കെയാണ്, അങ്ങനത്തെ അല്ലേ അനാലിസിസ് ചെയ്യും. ദെൻ നമ്മളത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യും. ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ സോൾവ് ചെയ്തിട്ട് അത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യും.
അപ്പോൾ നിങ്ങളുടെ നോളജ് ഓൾമോസ്റ്റ് ഒരു തറോ ലെവലിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊവിഷൻ, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ഇല്ലേ, അതിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രൊവിഷൻ ചെയ്യും. നാലാമത്തത് നമ്മൾ പഠിച്ചത് സഫീഷ്യൻ്റ് ആണെന്നില്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവ്യൂ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, നമ്മൾക്ക് കുറേ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണ്ടാവും. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. പ്ലസ് സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ലേ സോൾവ് ചെയ്യാനുള്ള സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ആൻസർ ഒന്നില്ലെങ്കിൽ ഞാൻ PDF ഷെയർ ചെയ്യണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ ഇല്ലേ ക്ലാസ് തന്നെ, നമ്മൾ വീഡിയോ ക്ലാസ് തന്നെ, നമ്മൾ റെക്കോർഡ് ക്ലാസ് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണ്ടാവും. ഓക്കെ ഫൈൻ. ഇതാണ് നമ്മുടെ നമ്മുടെ അപ്രോച്ച്. എല്ലാ ചാപ്റ്ററും നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യാം. വളരെ ബേസിക് എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പ്രൊവിഷൻ പറയും, പിന്നെ ക്വസ്റ്റൻ ആൻസർ സോൾവ് ചെയ്യും, പിന്നെ നമ്മളതിലേക്ക് റിവ്യൂനില്ലേ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് എന്തുണ്ടാവും എക്സാംസ് ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇത്തരം ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് അഡ്വാൻസ്മെൻ്റ് അല്ലേ, ഒരു MCQ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതുകൂടി സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ആ ചാപ്റ്ററില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒതുക്കി വയ്ക്കാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അടുത്ത ചാപ്റ്റർ കിടക്കാം. അങ്ങനെ പഠിക്കുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന റിസോഴ്സസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെറ്റീരിയൽ. നിങ്ങൾ ക്ലാസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഹാർഡ് കോപ്പിയില്ലേ വിൽ ബി സെൻഡ് ത്രൂ കൊറിയർ ഓർ സ്പീഡ് പോസ്റ്റ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് അയച്ചു തരും. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരിക. ഇത് വോളിയം 1 വോളിയം 2 ഇല്ലേ, ഇങ്ങനെ 2 വോളിയമാണ് വരിക. ഓക്കെ, ഏകദേശം 300-350 പേജസ് ആയിരിക്കും പെർ വോളിയം വരിക. ഈ 2 വോളിയം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് വോളിയം ഇല്ലേ GSTയുടെ ടോപ്പിക്സ് ഏരിയാസ് ആയിരിക്കും. സെക്കൻഡ് വോളിയം ഇല്ലേ അതിലായിരിക്കും GSTയുടെ ബാക്കിയുള്ള ഏരിയാസും കസ്റ്റംസ് FTPയും വരിക. ഓക്കെ ഫൈൻ. ഈ മെറ്റീരിയലെ കുറിച്ച് സ്ഥിരം സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ ICയുടെ മെറ്റീരിയൽ ഇല്ലേ, ICയുടെ മെറ്റീരിയൽ ഫോളോ ചെയ്യണോ എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. സിമ്പിൾ അപ്രോച്ച് വെച്ചാൽ എൻ്റെ റെക്കോർഡ് ക്ലാസ്സസിലെ ക്ലാസ് കാണുന്ന സമയത്ത് എൻ്റെ മെറ്റീരിയൽ ഫോളോ ചെയ്ത ശേഷം ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക ഏത് എൻ്റെ ഈ മെറ്റീരിയൽ വെച്ചിട്ട്. അതിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ ക്ലാസ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയ ശേഷം പിന്നെ നിങ്ങൾക്ക് ICയുടെ മെറ്റീരിയൽ ഇല്ലേ എടുത്തിട്ട് അതിലത്തെ ടോപ്പിക്സ് അല്ലേ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. കാരണം ഞാൻ എൻ്റെ ഈ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത് മുഴുവനും ICയുടെ മെറ്റീരിയൽ ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് അതിലത്തെ കണ്ടന്റ് ഇല്ലേ എടുത്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ ഈ ഒരുപാട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ 2-3 പേജിൽ കുറേ കണ്ടന്റ് പറയുന്നുണ്ട് അവർ, അതൊക്കെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് മെയിൻ കീവേഡ്സ് മാത്രമില്ലേ ആവശ്യമുള്ള കാര്യങ്ങളില്ലേ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതേപോലെ ഒരുപാട് ടോപ്പിക് അവർ റിപ്പീറ്റഡ് ആയിട്ടില്ലേ വീണ്ടും വീണ്ടും കൊടുത്തു. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിലെ ഡെഫിനിഷൻ ഒരു ഫുൾ പേജ് ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ അവർ 5 സ്ഥലത്തില്ലേ 5 ചാപ്റ്ററിലും ഈ ഡെഫിനിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം ചാപ്റ്റർ 1 സപ്ലൈ എന്നുള്ള ചാപ്റ്ററില്ലേ അതിലാണ് ഈ ഡെഫിനിഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആ ചാപ്റ്ററിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? സോ നിങ്ങൾ എൻ്റെ മെറ്റീരിയൽ ഫോളോ ചെയ്തിട്ട് തൽക്കാലം എന്ത് ചെയ്യാം, തൽക്കാലം എൻ്റെ മെറ്റീരിയൽ ഫോളോ ചെയ്തിട്ട് ആദ്യം ഈ കണ്ടന്റ് മൊത്തം പഠിച്ച ശേഷം പിന്നെ ICയുടെ മെറ്റീരിയൽ ഇല്ലേ അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ അത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ? ഡൺ. ഇനി അടുത്തത് അമെൻമെൻറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും കുട്ടികളുടെ കൺസേൺ. നമുക്കറിയാം നവംബർ 2024 അറ്റംപ്റ്റിലേക്ക് April 30th April 2024 ആണ് കട്ട് ഓഫ് ഡേറ്റ്. ഇതിന് ശേഷമുള്ള അമെൻമെൻറ്റ്സ് ഇല്ലേ, ഇതിന് ശേഷമുള്ള അമെൻമെൻറ്റ് നിങ്ങൾ എക്സാമിന് അപ്ലിക്കബിൾ അല്ല. ഈ ഡേറ്റിൻ്റെ മുമ്പുള്ള എല്ലാ അമെൻമെൻറ്റ്സും നിങ്ങൾക്ക് എക്സാമിന് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മെയിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു, ജൂണിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു, അതൊന്നും വറി ആവേണ്ട ആവശ്യമില്ല. നവംബർ എക്സാമിന് അത് റിലവൻ്റ് അല്ല. ഓക്കെ, അതിന് മുമ്പുള്ള നോട്ടിഫിക്കേഷൻസോ സർക്കുലേഴ്സോ ഫിനാൻസ് ആക്ടിൻ്റെ അമെൻമെൻ്റ് ഇല്ലേ കൊണ്ടുവന്നത് നോട്ടിഫൈ ചെയ്യും ചില സമയത്തൊക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ അമെൻമെൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ഉണ്ടാവുക. ICA സാധാരണ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് അല്ലേ അമെൻമെൻറ്റ്സ് ഇറക്കുന്നത് ഏകദേശം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയിട്ടാണ് ഇറക്കുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എന്ത് ചോദിച്ചാൽ ആദ്യം CBSEയുടെ വെബ്സൈറ്റിൽ നിന്ന് ഉള്ള അമെൻമെൻറ്റ്സ് ഇല്ലേ എല്ലാം ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ ബുക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റഡ് ബുക്കായിരിക്കും നിങ്ങൾക്ക് അയക്കേണ്ടാവുക. പിന്നെ അതിൽ ചെറിയ ചെറിയ അഡീഷൻസ് ഇല്ലേ, ചിലപ്പോൾ ചില സർക്കുലേഴ്സ് ICA വേണ്ട വയ്ക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോകും. സോ ഓൾറെഡി നിങ്ങൾക്ക് തരുന്ന ബുക്സ് ഇല്ലേ, തരുന്ന ഹാർഡ് കോപ്പി മെറ്റീരിയൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ ഫൈൻ. സോ അമെൻമെൻറ്റ്സ് വിൽ ബി ഇൻക്ലൂഡഡ്. ശരിയല്ലേ? നെക്സ്റ്റ് ഒരുപാട് പിള്ളേർക്കുള്ള കൺസേൺ ആണ് റെക്കോർഡഡ് ക്ലാസ്സസ് കാണുമ്പോഴുള്ള പ്രിപ്പറേഷൻ ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് അല്ലേ, ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഇല്ലേ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മുമ്പ് ക്ലാസ് ഒക്കെ എടുത്തിരിക്കുന്നതൊക്കെ 20 ഡേയ്സിൻ്റെ ക്ലാസ്സാണ്.
അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇല്ലേ, ICAയുടെ കണ്ടന്റും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 20 days ഇസ് നോട്ട് ഇനഫ്. ഞാനിതിപ്പോൾ ഇങ്ങനെ വെറുതെ പറയല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ICAയുടെ എക്സാമിൻ്റെ ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന ലെവലില്ലേ, അതിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ 20 ദിവസം പോരാ. കാരണം അത്രയും ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് മാറിയത്. കാരണം വെച്ചാൽ 20 days അല്ലേ നമ്മൾ ക്ലാസ് ഗംഭീരമായി എടുക്കുകയാണെങ്കിൽ, പക്ഷേ എന്താ കുറേ ടോപ്പിക്സ് പെൻഡിങ് വരും. കാരണം എന്താ ഇല്ല, കാരണം വെച്ചാൽ അത്രയധികം കണ്ടന്റ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓടിച്ചിട്ടില്ലേ എല്ലാ ചാപ്റ്റർ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പഠിച്ചിട്ട് എല്ലാ ചാപ്റ്റർ തീർക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കത് എക്സാമിനത് പോരാ. 50 മാർക്ക് കിട്ടാൻ പോലും കണ്ടന്റ് തികയില്ല. കാരണം വെച്ചാൽ അത്രയധികം ക്വസ്റ്റ്യൻ്റെ ലെവലില്ലേ ICA കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ഓരോ ചാപ്റ്റർ തറോ ആയിട്ട് പഠിച്ചില്ലേ, പഠിച്ച അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് തറോ ആക്കിയിട്ട് അടുത്ത ചാപ്റ്റർ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ഫുള്ള് കവർ ചെയ്യാനും പറ്റും. നിങ്ങൾക്കില്ലേ നോളജ് ലെവലും അത്ര ഹയർ ആയിരിക്കും. 20 ഡേയ്സിലൊക്കെ അല്ലെങ്കിൽ 15-20 ഡേയ്സിൽ മൊത്തം കണ്ടന്റ് ഇല്ലേ പഠിച്ചു പോയാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തിരി പാട് തന്നെയാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ പ്രിപ്പറേഷൻ, ഈ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷനിൽ എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതില്ലേ, ആദ്യം നമ്മുടെ വീഡിയോസ് കണ്ടുപോവുക. അതിൻ്റെ കൂടെ തന്നെ മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ടില്ലേ പോവാം. വീഡിയോസ് കണ്ടുപോവുക, മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ടിക്കറ്റ് നോട്ട്സ് ഒക്കെ എഴുതി പോവാം. പിന്നെ ചെറിയൊരു പ്രശ്നം സ്റ്റുഡൻസ് പറയാമെന്ന് വെച്ചാൽ, സാർ ക്ലാസ്സിൽ പറയുന്ന പേജ് നമ്പർ 5 ഉണ്ടാവുമെന്ന് ഞാൻ പറയും. 5 എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 6 അല്ലെങ്കിൽ 4 കാരണം ഈ അമെൻമെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് സർക്കുലേഴ്സ് ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു സർക്കുലർ 2-3 പേജ് ഉണ്ടാവും. അത് ആഡ് ചെയ്യുമ്പോൾ പേജ് നമ്പർ അങ്ങോട്ടൊക്കെ മാറും. മനസ്സിലായോ? സോ അത് നിങ്ങൾ നോക്കുമ്പോൾ അപ്പുറത്തപ്പുറത്ത് ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ആ കണ്ടന്റ് എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, ആ ഓർഡറിലുണ്ടാവും. ചിലപ്പോൾ പേജ് നമ്പർ അങ്ങോട്ടും ചെറിയൊരു മാറ്റം വരും. അത് ഇതുകൊണ്ടാണ് കേട്ടോ, എപ്പോഴും അമെൻമെൻറ്റ്സ് വന്നുകൊണ്ടെങ്കിൽ പഴയ ടോപ്പിക് എടുത്ത് കഴിഞ്ഞ് പുതിയ ടോപ്പിക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കില്ലേ, അപ്പോഴാണ് ഈ പേജ് നമ്പറിൽ അങ്ങോട്ടും ചെറിയ മാറ്റം വരുന്നത്. പക്ഷേ കണ്ടന്റ് അവിടെ ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ വീഡിയോ ക്ലാസ് കണ്ടിട്ട് മെറ്റീരിയലില്ലേ നോക്കിയിട്ട് ആ കണ്ടന്റ് പഠിക്കുക. രണ്ടാമത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ഏകദേശം ഒരു 600 പേജസിനടുത്ത് വരുന്ന 550 പേജസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് ഹാർഡ് കോപ്പിയിൽ അയച്ചു തരുന്നുണ്ടാവും. ഓക്കെ, അത് ഞാൻ പറയാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ, ഇതിൽ അപ്ഡേറ്റ്സിൽ അമെൻമെൻറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത ശേഷം അയച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു 1 മന്തിനകത്തില്ലേ, ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻ ബാങ്കും റെഡി ആയിരിക്കും. അപ്പോഴേക്കും നിങ്ങൾക്കത് രണ്ടും കൂടി കിട്ടും. ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാം. പിന്നെ ഞാൻ ഈ 2 പോയിന്റ് പറഞ്ഞിട്ടും സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, RTP MTP ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, എല്ലാം കവേർഡ് ആയിരിക്കും ആ ചാപ്റ്ററിൻ്റെ. പ്ലസ് ഞാൻ സെറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അമെൻമെൻറ്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സംഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ നമ്മുടെ PDF വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചോളൂ, ഇത് ഞാൻ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ റീസെൻ്റ് ആയിട്ട് വന്ന എല്ലാ അമെൻമെൻറ്റും ഇല്ലേ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കവേർഡാണ്. പിന്നെ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടാവില്ലേ, കണ്ടോ, എക്സാമിന് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടാവില്ലേ, അത് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ICAയുടെ മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, നമ്പർ 5, December 2021 ICAയുടെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് എക്സംഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 12-14 സെക്ടർ പഠിക്കാണ്ട് എക്സംഷനിൽ. ഇപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് കെയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ടോപ്പിക്സ് ഒരുമിച്ച്. അതേപോലെ എഡ്യൂക്കേഷനിൽ ചോദിച്ച ടോപ്പിക്സ് ഉണ്ടാവില്ലേ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രീവിയസ് ഇയർ RTP MTP ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, കണ്ടോ, RTP ക്വസ്റ്റ്യൻ, മോക്ക് ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. സോ ഏകദേശം കണ്ടോ, അടുത്തത് ബാങ്കിങ് സെക്ടറിൽ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയ ശേഷം അല്ലെങ്കിൽ ഓരോ സെക്ടർ പഠിക്കുന്ന ശേഷമില്ലേ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻ ബാങ്കിലത്തെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ കൂടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നോളജ് ലെവലില്ലേ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ ഫൈൻ. സോ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ്. ഇതെല്ലാം പഠിച്ച ശേഷമില്ലേ നിങ്ങളിത് അപ്ലൈ ചെയ്യണ്ടേ, നിങ്ങളിത് എഴുതി പ്രാക്ടീസ് ചെയ്യണ്ടേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് റെഡി ആവുള്ളൂ. ഒരുപാട് സ്റ്റുഡൻ്റ് ഇല്ലേ, ഞാൻ കാണാറുണ്ട്, നമ്മൾ ക്ലാസ്സസ് കാണാറും വീഡിയോസൊക്കെ കാണും, ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് നോക്കി പോവും, മനസ്സിലാക്കും, കണ്ടന്റ് മനസ്സിലാക്കും.
പക്ഷേ എഴുതി പ്രാക്ടീസ് ഇല്ലേ, ഇല്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് എന്നെ വിളിച്ച് പറയുന്നത് സാർ എല്ലാം ആൻസർ അറിയായിരുന്നു, പക്ഷേ എല്ലാം കൂടെ എഴുതി വരുന്നില്ല, ഒരു 40 മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ 45 മാർക്ക് കിട്ടുള്ളൂ എന്ന് ഇഷ്ടം പോലെ പിള്ളേരില്ലേ പറയാറുണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇൻ്റർ ചെയ്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ എന്നാലും ഒരുപാട് പിള്ളേർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എല്ലാ ചാപ്റ്ററിലും സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് നോട്ടില്ലേ ഒരു ഫയൽ ഷെയർ ചെയ്യും. നമ്മളൊരു ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും, അതിലെല്ലാ ചാപ്റ്റർ വൈസ് കുറേ കണ്ടന്റ് അതിൽ ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ടാവില്ലേ, അതിൽ ആ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിലില്ലേ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ 30 മാർക്കിന് വെച്ചോളൂ, 1 അവർ ടൈം. നിങ്ങൾ തന്നെ ഒരു 1 അവർ സെറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടില്ലേ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ. പിന്നെ അതിൻ്റെ ആൻസർ ഞാൻ PDF ആയിട്ടില്ലേ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. വീഡിയോ ക്ലാസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് PDF ആയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ കമ്പയർ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇങ്ങനെ ചാപ്റ്റർ വൈസ് ചെയ്തു പോവാം. സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റില്ലേ ഞാൻ എല്ലാ ചാപ്റ്ററിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവാം. അടുത്തത് MCQൻ്റെ ഓൺലൈൻ MCQ ടെസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ ഇത്തവണ സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു പ്ലാൻ ചെയ്ത കോൺസെപ്റ്റാണ്. ഇൻ്ററിൽ 1-2 ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഓരോ ചാപ്റ്ററിനെ 2 ഡിവൈഡ് ചെയ്തിട്ടില്ലേ, ബേസിക്സും അഡ്വാൻസ്ഡും. ബേസിക്സ് പറഞ്ഞാൽ 10-12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇല്ലേ, ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലിങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറില്ലേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അതിന് ആൻസർ ഇല്ലേ നിങ്ങളിതിൽ ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് പോകാം കേട്ടോ. ഇങ്ങനെ ആൻസർ ടിക്ക് ചെയ്ത് പോയിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കും കിട്ടും, പ്ലസ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇല്ലേ കറക്റ്റ് ആൻസറും വരും ചെയ്യും. പ്ലസ് അതിൻ്റെ കീവേഡില്ലേ എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നതെന്നുള്ളത് ഉണ്ടാവില്ലേ, ഏത് സെക്ഷൻ കോട്ട് ചെയ്യണം, എന്താ പ്രൊവിഷൻ ഇല്ലേ, അതും കൂടെ അതിൻ്റെ ആൻസറിൽ വരും. അതായത് MCQ സ്റ്റുഡൻസിന് സ്ഥിരം തെറ്റിച്ചാൽ ആൻസർ കീ ചിലപ്പോൾ കിട്ടും, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നതെന്നില്ലേ അതിൻ്റെ ഒരു ആൻസർ ഫീഡ്ബാക്ക് ആയിട്ടില്ലേ, ഈ പ്രൊവിഷൻ കാരണം ഇതാണ് ഇതിൻ്റെ ആൻസർ, ഈ എമൗണ്ട് വരാനുള്ള കാരണം ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഇല്ലേ, അത് വരും. ഇത് നമ്മൾ എല്ലാ ചാപ്റ്ററും ഇത്തവണ മുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻസ് സ്ഥിരം ചോദിക്കുന്ന ഒരു കൺസേൺസ് റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ നമ്മുടെ ഈ ഡൗട്ട് ക്ലാരിഫിക്കേഷനില്ലേ അതെങ്ങനെയാണെന്നുള്ളതല്ലേ. അപ്പോൾ ഡൗട്ട് ക്ലാരിഫിക്കേഷനിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും. വാട്സപ്പിലൂടെ ഇല്ലേ ഓഡിയോ മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പ് ഫോട്ടോ എടുത്തിട്ടില്ലേ അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റിപ്ലൈ ചെയ്യും. പക്ഷേ ഇതിൽ എൻ്റെ ഒരു ചെറിയ സജഷൻ ഇല്ലേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഒരു ചാപ്റ്ററില്ലേ ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു പെന്നിൽ സൈഡിലൂടെ എഴുതി വെച്ചിട്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഡൗട്ടില്ലേ ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ A എന്നുള്ള സിനാരിയോ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പറയും സാർ B എന്നുള്ള സിനാരിയോ വന്നാൽ അത് അടുത്ത വീഡിയോയിൽ പറയണ്ടാവും, മീൻസ് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യണ്ടാവും. ഫോർ എക്സാമ്പിൾ ACCA + BCom എന്നുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്താൽ GST വരുമോ ഇല്ല എന്നുള്ളതല്ലേ ഒരു സിനാരിയോ പറയണ്ടാവും. രണ്ടാമത്തെ സിനാരിയോ ഉണ്ട്, മൂന്നാമത്തെ സിനാരിയോ ഉണ്ടാവും. അത് നമ്മൾ അടുത്തടുത്ത ലെവലില്ലേ പറഞ്ഞു പോകണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇല്ലേ അത് സോൾവ് ചെയ്യുമ്പോൾ പറയണ്ടാവും. ഒരു കാര്യം ഒരുപാട് സ്റ്റുഡൻസ് ഇല്ലേ ഈ സ്ഥിരം മെസ്സേജ് വരാറ്, സാർ ഇതെന്താ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പറയും നെക്സ്റ്റ് വീഡിയോ ഇറ്റ് ഈസ് ഡിസ്കസ്ഡ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജ് ഇറ്റ് വിൽ ബി കവേർഡ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ എന്നൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡൗട്ട്സ് ഇല്ലേ തെറ്റൊന്നുമില്ല ചോദിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ എപ്പോഴും ഒരു പേപ്പറിൽ എഴുതിയ ശേഷം ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ശേഷമില്ലേ ആ ഡൗട്ട് ക്ലിയർഡ് ആണെങ്കിൽ ഓക്കെ ടിക്ക് അടിച്ചു പോകാം, അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എനിക്ക് അത്രയധികം ഡൗട്ട് വരുന്നതുകൊണ്ടാണ്. കാരണം ഇൻ്റർ ആൻഡ് ഫൈനൽ ഇത്രയധികം കുട്ടികൾ മെസ്സേജ് ഇല്ലേ വാട്സപ്പ് വരുന്നുണ്ട്, നമുക്ക് എല്ലാം ഇല്ലേ റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾ അയക്കുന്ന ഡൗട്ട്സ് ഇല്ലേ ഒക്കെ വായിക്കണ്ടാവും. ടൈം വിൽ ടേക്ക് ഒരു നെക്സ്റ്റ് ഡേ അല്ലേ ഒരു 1 or 2 days അകത്തില്ലേ എപ്പോഴും റിപ്ലൈ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഡൗട്ട് വിൽ ബി ക്ലാരിഫൈഡ് ത്രൂ വാട്സപ്പ്. ഓക്കെ ഫൈൻ. ഇനി ഒരുപാട് പേര് ചിലപ്പോൾ എന്താ പറയുക ക്ലാസ്സസിൻ്റെ ഡെമോ ക്ലാസ്സസ് ഇല്ലേ, ഞാൻ 1-2 വീഡിയോസ് ഇല്ലേ അതിൽ ഡെമോ ക്ലാസ്സസ്. കാരണം ഇത് നിങ്ങൾക്ക് സെറ്റ് ആവുണ്ടോന്നില്ലേ, റെക്കോർഡ് ക്ലാസ് ചിലപ്പോൾ എനിക്ക് സെറ്റ് ആവില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റെക്കോർഡ് ക്ലാസ് ഇല്ലേ അതിന് 2-3 വീഡിയോ ഇല്ലേ ഡെമോ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ നോട്ട്സൊക്കെ എഴുതിയിട്ടില്ലേ കണ്ടു നോക്കൂ. ഓക്കെ ആണെങ്കിൽ യു ക്യാൻ എൻറോൾ. ഇനി ലാസ്റ്റായിട്ട് വരുന്നത് ചാപ്റ്ററില്ലേ എത്ര ചാപ്റ്റർ ഞാൻ പഠിക്കാറുണ്ട്, 24-ഉം 8-ഉം 32 ചാപ്റ്റർ പഠിക്കാനില്ലേ. ICയുടെ മെറ്റീരിയലിൽ അവർ തുടങ്ങിയിരിക്കുന്നതില്ലേ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ടോപ്പിക് അവർ എടുത്തു കളഞ്ഞു. ആക്ച്വലി ഉണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ അവർ എടുത്തു കളഞ്ഞിട്ട് നേരെ സപ്ലൈ എന്നുള്ള ചാപ്റ്ററില്ലേ നേരെ കണ്ടന്റിക്കാണ് അവർ ചാടിക്കുന്നത്, മീൻസ് എടുത്തിരിക്കുന്നത്. സപ്ലൈ എന്നുള്ള ചാപ്റ്റർ വെച്ച് തുടങ്ങിയിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററില്ലേ അവർ വേണ്ട വെച്ചു. കാരണം ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഇൻ്ററിൽ പഠിച്ചല്ലേ എന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ചാപ്റ്റർ 1 പാർട്ട് A പാർട്ട് B ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് A ആണ് ഇൻട്രൊഡക്ഷൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഇല്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പാർട്ട് A
1 and 2 എന്നുള്ള വീഡിയോ ഇല്ലേ, 1 and 2 വീഡിയോ, ഫസ്റ്റ് 2 വീഡിയോ, അത് നോളജ് പർപ്പസിൽ കണക്കാക്കിയാൽ മതി. ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് മതി. എക്സാം പർപ്പസിന് റിലവൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്ലിയർ. പിന്നെ GSTയുടെ മുമ്പുള്ള ടാക്സ് അല്ലേ, എക്സൈസ് സർവീസ് ടാക്സ് ഒക്കെ അല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു നോളജ് പർപ്പസിനല്ലേ വെച്ചാൽ മതി. ഓക്കെ ഫൈൻ. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുക വെച്ചാൽ അടുത്ത ഒരുപാട് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത ടോപ്പിക്സ് മനസ്സിലാവില്ല. അപ്പോൾ ഈ പാർട്ട് 1 and 2 ഇല്ലേ, നിങ്ങൾ എക്സാമിന് വേണ്ടി ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അറിഞ്ഞു വെക്കണം. പിന്നെ ഇൻട്രൊഡക്ഷനിൽ ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ITCനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേണം കേട്ടോ, ഇതൊക്കെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ സെക്ഷൻ 22 സബ്സെക്ഷൻ 1, അതേപോലെ ITC സെക്ഷൻ 49 സബ്സെക്ഷൻ 5, ഇതൊക്കെ ഞാൻ പാർട്ട് 1 ഇല്ലേ, പാർട്ട് എയിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സാമിന് റിലവൻ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോസ് ഇല്ലേ, ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് ആദ്യത്തെ 2 വീഡിയോസ് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനത് ഗ്രൂപ്പിൽ പറയാം. ഞാൻ ഗ്രൂപ്പിൽ അതല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ പറയാം ഏതൊക്കെ വീഡിയോസ് ഇല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. ആ 2 വീഡിയോസ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിനല്ലേ കണക്കാക്കിയാൽ മതി. പിന്നെയുള്ള എല്ലാം പഠിക്കാനുള്ള തന്നെയാണ്. ക്ലിയർ? ഓക്കെ ഫൈൻ. സോ ഇത്രയുമാണ് നമുക്ക് GSTയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് അല്ലേ കണ്ട ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഡൗട്ട്സും കാര്യമൊക്കെ ക്ലാരിഫൈ ചെയ്ത് പോകാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളില്ലേ ഒരു ലൈവ് സെഷൻ വെക്കും, ഒരു 3-4 ചാപ്റ്റേഴ്സ് അല്ലേ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു മോഡ്യൂൾ എക്സാം ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ബൈ.